ഇവിടെയാണ് പ്ലാസന്റയുടെ ലൊക്കേഷൻ വരിക കേട്ടോ, പ്ലാസന്റയുടെ ലൊക്കേഷൻ വരിക. അപ്പോൾ പ്ലാസന്റ ഈ ഒരു അപ്പർ പാർട്ടിൽ കാണുന്നതാണ് പ്ലാസന്റ കേട്ടോ. അപ്പൊ നോക്കിയേ, അബ്രപ്ഷോ പ്ലാസന്റ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നോക്കിയേ, അപ്പൊ നമുക്ക് എന്താണ് ഈ ആന്റി പാർട്ടം ഹെമറേജ് എന്ന് നോക്കാം. സോ നമുക്ക് ഇതിന്റെ വേർഡ് മീനിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ ഡെഫിനേഷൻ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നോക്കിയേ, ആന്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റി എന്ന് പറഞ്ഞാൽ ബിഫോർ അല്ലെ, ബിഫോർ അതായത് മുന്നേ എന്നുള്ളതാണ് ഈ ആന്റിയുടെ അർത്ഥം വരിക. പാർട്ടം എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഡെലിവറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ടേം ആണ് പാർട്ടം അല്ലെ. പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഡെലിവറിയിൽ കിടക്കുന്ന മദർ അല്ലെങ്കിൽ ഫീമെയിൽ എന്നാണ് അതിന്റെ അർത്ഥം വരിക. സോ ആന്റി പാർട്ടം മീൻസ് സംതിങ് റിലേറ്റഡ് ടു ഡെലിവറി. ദെൻ ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെമറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, ബ്ലീഡിങ് അല്ലെ, ബ്ലീഡിങ്. സോ എന്താണ് ഈ ആന്റിപാർട്ടം ഹെമറേജ് എന്ന് പറഞ്ഞാൽ? അതായത് ഡെലിവറിക്ക് മുന്നേ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ ആന്റി പാർട്ടം ഹെമറേജ് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് അതിന്റെ ഡെഫിനേഷൻ നോക്കാം. സോ ബ്ലീഡിങ് ഫ്രം ഓർ ഇൻ ടു ദ ജെനൈറ്റൽ ട്രാക്ട് അല്ലെ, അതായത് ഒന്നുകിൽ ജെനൈറ്റൽ ട്രാക്റ്റിൽ നിന്നുണ്ടാകുന്ന ബ്ലീഡിങ് അല്ലെങ്കിൽ ജെനൈറ്റൽ ട്രാക്റ്റിലേക്ക് ഉണ്ടാകുന്ന ബ്ലീഡിങ്. നോക്കിയാൽ ഇവിടെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആഫ്റ്റർ 24 വീക്സ് ഓഫ് ജെസ്റ്റേഷൻ ബട്ട് ബിഫോർ ദ ബർത്ത് ഓഫ് ദ ബേബി, അതായത് കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ പ്രഗ്നൻസിയുടെ 24 ആഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഹെമറേജ് അല്ലെങ്കിൽ ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ ആന്റി പാർട്ടം ഹെമറേജ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? നമുക്ക് ഇതിന്റെ കോസസ് നോക്കാം. എന്തുകൊണ്ടാണ് സാധാരണ ഈ ആന്റി പാർട്ടം ഹെമറേജ് ഉണ്ടാവുക? അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പ്ലാസന്റ പ്രീവിയ ആണ് കേട്ടോ. എന്താണ് പ്ലാസന്റ പ്രീവിയ? നമുക്ക് നോക്കാം, ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറയുന്നുണ്ട്. സോ ഒന്നാമത്തേത് പ്ലാസന്റ പ്രീവിയ, രണ്ടാമത്തേത് പ്ലാസന്റൽ അബ്രപ്ഷൻ അല്ലെങ്കിൽ അബ്രപ്ഷോ പ്ലാസന്റ എന്ന് പറയും കേട്ടോ. മൂന്നാമത്തേത് വാസ പ്രീവിയ, പിന്നെ നാലാമത്തേത് യൂട്രൈൻ റപ്ചർ, അഞ്ചാമത്തേത് സെർവൈക്കൽ അല്ലെങ്കിൽ വെജിനൽ ലീഷൻസ്, എസ്പെഷ്യലി പോളിപ്സ്, ഇൻഫെക്ഷൻ. ഇതൊക്കെയാണ് യൂഷ്വലി നമുക്ക് ഈ ആന്റി പാർട്ടം ഹെമറേജ് ഉണ്ടാകുന്ന കാരണങ്ങൾ എന്ന് പറയാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്ലാസന്റ പ്രീവിയ, പ്ലാസന്റൽ അബ്രപ്ഷൻ, വാസ പ്രീവിയ, യൂട്രൈൻ റപ്ചർ, പിന്നെ സെർവൈക്കൽ അല്ലെങ്കിൽ വജൈനൽ ലീഷൻസ്. സോ ഇതാണ് ബേസിക്കലി കോസസ് ഓഫ് ആന്റി പാർട്ടം ഹെമറേജ് എന്ന് പറയുക. ക്ലിയർ? നെക്സ്റ്റ് നോക്കി, നമ്മൾ ഓരോ കണ്ടീഷനെയും കുറിച്ച് പഠിക്കാൻ പോവാണ്. നമ്മൾ ഓർക്കുക, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് സാധാരണ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, പ്ലാസന്റ പ്രീവിയ എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാസന്റ ഇംപ്ലാന്റ് ഇൻ ദ ലോവർ യൂട്രൈൻ സെഗ്മെന്റ് അല്ലെ. എന്താണ് പ്ലാസന്റ ഇംപ്ലാന്റ് ഇൻ ദ ലോവർ യൂട്രൈൻ സെഗ്മെന്റ് കവറിംഗ് ഓർ നിയർ ദ സർവീസ്. അതായത് യൂഷ്വലി നമുക്കറിയാം, ഞാനതിന് ഒരു അനിമേഷന്റെ സഹായത്തോടു കൂടി ഞാൻ കാണിച്ചു തരാം കൃത്യമായിട്ട് പ്ലാസന്റ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഐഡിയ കിട്ടും കേട്ടോ. അതായത് പ്ലാസന്റ പ്രീവിയ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഈ പ്ലാസന്റ പ്രീവിയയിൽ സംഭവിക്കുന്നത് പ്ലാസന്റ ഒരു ലോവർ യൂട്രൈൻ സെഗ്മെന്റ് കേട്ടോ. എന്താണ്? ഒരു ലോവർ യൂട്രൈൻ സെഗ്മെന്റിലാണ് ഇംപ്ലാന്റ് ആയി പോവുക. ഒന്നുകിൽ അത് ഈ സെർവിക്സിനെ കവർ ചെയ്തിരിക്കും, അല്ലെങ്കിൽ സെർവിക്സിന്റെ അടുത്തായിരിക്കും ഈ പ്ലാസന്റ വരിക കേട്ടോ. അതിനാണ് നമ്മൾ എന്ത് പറയുക? പ്ലാസന്റ പ്രീവിയ എന്ന് പറയുക. നോക്കിയേ, ഇതാണ് ഒരു നോർമൽ ആയിട്ടുള്ള പ്ലാസന്റ കേട്ടോ. സോറി, നോർമൽ ആയിട്ടുള്ള ഒരു പ്ലാസന്റ. അതാ ഇവിടെയാണ് പ്ലാസന്റയുടെ ലൊക്കേഷൻ വരിക കേട്ടോ. പ്ലാസന്റയുടെ ലൊക്കേഷൻ വരിക. അതേസമയം നമുക്കറിയാം പ്ലാസന്റ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനുള്ള ന്യൂട്രീഷന്, കുഞ്ഞിനുള്ള ഓക്സിജൻ ഒക്കെ സപ്ലൈ ചെയ്യുന്നത് പ്ലാസന്റ എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. അപ്പൊ നോക്കിയാൽ പ്ലാസന്റ പ്രീവിയർ എന്താ സംഭവിക്കുക? ഈ പ്ലാസന്റ നോക്കിയേ താഴേക്ക് വന്നിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. സോ ഇതാണ് സെർവിക്സ് എന്ന് പറയുക. സോ സെർവിക്സിന്റെ അടുത്തോ അല്ലെങ്കിൽ സെർവിക്സിനെ കവർ ചെയ്തിട്ടോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പ്ലാസന്റയാണ് നമ്മൾ എന്ത് പറയുക? പ്ലാസന്റ പ്രീവിയ എന്ന് പറയുക. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു അനിമേഷന്റെ സഹായത്തോടു കൂടി പ്ലാസന്റയുടെ നോർമൽ ലൊക്കേഷൻ എങ്ങനെയാണെന്ന് ഒന്നുകൂടെ കാണാം. അപ്പൊ നമ്മൾ ഈ കാണുന്നില്ലേ, ഇതാണ് എന്താ നമ്മുടെ ഫീറ്റസ് യൂട്രസിലാണ്. അപ്പോൾ പ്ലാസന്റ ഈ ഒരു അപ്പർ പാർട്ടിൽ കാണുന്നതാണ് പ്ലാസന്റ കേട്ടോ. അപ്പൊ നോക്കിയേ, പ്ലാസന്റയുടെ ലൊക്കേഷൻ എവിടെ ചോദിച്ചെങ്കിൽ എവിടെയാണ് നോർമൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് നോക്കിയേ ഈ ഒരു അപ്പർ യൂട്രൈൻ സെഗ്മെന്റിലാണ് പ്ലാസന്റയുടെ ലൊക്കേഷൻ വരിക. സോ ഈ ഒരു പ്ലാസന്റ താഴേക്ക് വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലോവർ യൂട്രൈൻ സെഗ്മെന്റിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സാധാരണ ഇതിനെ പ്ലാസന്റ പ്രീവിയ എന്ന് പറയുക. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ഏകദേശം എന്താണ് ഈ ഒരു പ്ലാസന്റ അല്ലെങ്കിൽ പ്ലാസന്റയുടെ നോർമൽ ആയിട്ടുള്ള പൊസിഷൻ എന്താണെന്ന് നമ്മൾ ഒരു അനിമേഷനിലൂടെ കണ്ടു. പിന്നെ നമുക്കറിയാം ഇപ്പൊ എന്താണ് പ്ലാസന്റ പ്രീവിയ എന്ന് പറഞ്ഞാൽ അറിയാം. അതായത് പ്ലാസന്റ താഴേക്ക് വന്നിരിക്കുന്നു, അതാണ് പ്ലാസന്റ പ്രീവിയ അല്ലെ. നെക്സ്റ്റ് ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞല്ലോ. ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇത് തെറ്റിപ്പോകരുത്, കാരണം ഇത് ഇപ്പം ആദ്യം കേൾക്കുമ്പോൾ ഓക്കെ നമുക്ക് അറിയാന്നൊക്കെ തോന്നും. പിന്നെ പക്ഷെ 2-3 കണ്ടീഷൻ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലാസന്റ പ്രീവിയ അല്ലെ, പ്ലാസന്റ പ്രീവിയയിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് കേട്ടോ. അപ്പൊ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നോക്കിയ എന്ത് തരം ബ്ലീഡിംഗ് ആണ് ഈ പ്ലാസന്റ പ്രീവിയയിൽ ഉണ്ടാക്കുക? നോക്കിയ പെയിൻലെസ് വജൈനൽ ബ്ലീഡിംഗ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ പേഷ്യന്റ് വേദന അറിയില്ല കേട്ടോ. പേഷ്യന്റ് വേദന അറിയാൻ പറ്റില്ല, വേദന ഇല്ലാതെയുള്ള വജൈനൽ ബ്ലീഡിംഗ് ആണ് പേഷ്യന്റ്
പേഷ്യന്റിൽ കാണാൻ കഴിയുക. അതുകൂടാതെ സഡൻ ഓൺസെറ്റ് ആയിരിക്കും കേട്ടോ, പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു പെയിൻലെസ് ആയിട്ടുള്ള വൈജൈനൽ ബ്ലീഡിംഗ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് പ്ലാസെന്റ പ്രീവിയയിൽ കേട്ടോ. അപ്പൊ ഇതൊന്ന് ഓർക്കണേ, PPP എന്ന് ഓർത്താൽ മതി കേട്ടോ. പ്ലാസെന്റ പ്രീവിയൽ പെയിൻലെസ് ആയിട്ടുള്ള വൈജൈനൽ ബ്ലീഡിംഗ് ആണ്. അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ സഡൻ ഓൺസെറ്റ് ആണ്, പെട്ടെന്നാണ് ബ്ലീഡിംഗ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ബ്ലഡിന്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് റെഡിന് കളർ ആയിരിക്കും കേട്ടോ, നല്ല തിളക്കമുള്ള റെഡ് കളർ ആയിരിക്കും ഈ ഒരു ബ്ലഡിന്റെ കളറേഷൻ എന്ന് പറയുക. കൂടാതെ ബ്ലീഡിംഗ് ഓഫൺ ഒക്കേഴ്സ് ഇൻ തേർഡ് ട്രൈമസ്റ്റർ, മൂന്നാമത്തെ ട്രൈമസ്റ്ററിലാണ് സാധാരണ ബ്ലീഡിങ് ഉണ്ടാവുക. അതുകൂടാതെ ഫണ്ടൽ ഹൈറ്റ് ഈസ് മോർ ദാൻ എക്സ്പെക്ടഡ് ഫോർ ദ ജസ്റ്റേഷണൽ ഏജ്, അതായത് ഈ ജസ്റ്റേഷണൽ ഏജ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതിനേക്കാളും കൂടിയിട്ടായിരിക്കും ഫണ്ടൽ ഹൈറ്റ് ഇരിക്കുക കേട്ടോ. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക. പ്ലാസെന്റ പ്രിവ്യൂ ഉള്ള പേഷ്യന്റിന് പെയിൻലെസ് വജൈനൽ ബ്ലീഡിംഗ് ആയിരിക്കും, അത് സഡൻ ഓൺസെറ്റ് ആയിരിക്കും, ബ്രൈറ്റ് റെഡ് ഇൻ കളർ ആയിരിക്കും. കൂടാതെ ബ്ലീഡിംഗ് യൂഷ്വലി തേർഡ് ട്രൈമസ്റ്ററിലാണ് ഉണ്ടാകുക. അതുകൂടാതെ ഫണ്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജസ്റ്റേഷണൽ ഏജിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടിയിട്ടായിരിക്കും ഫണ്ടൽ ഹൈറ്റ് ഇരിക്കുക. നെക്സ്റ്റ് നമുക്ക് ഇത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, അതായത് ട്രാൻസ് വെജൈനൽ അൾട്രാസൗണ്ട്, ഇതാണ് സേഫ് ആയിട്ടുള്ള അതുകൂടാതെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മെഷർ എന്ന് പറയുന്നത് ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട് ആണ്. കൂടാതെ നമ്മൾ അതായത് ഈ സപ്പോസ് പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരികയാണ്, പെയിൻലെസ് ആയിട്ടുള്ള വജൈനൽ ബ്ലീഡിംഗ് ആയിട്ടാണ് പേഷ്യന്റ് വരിക, അപ്പൊ തന്നെ നമ്മൾ പ്ലാസെന്റ പ്രീവിയ സസ്പെക്ട് ചെയ്യും. പക്ഷെ നമുക്കൊന്ന് കൺഫേം ചെയ്യണം, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട് നമ്മൾ എടുക്കുന്നത്. അതുകൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 36 ആഴ്ച ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ USG അതായത് ട്രാൻസ് വെജൈനൽ അൾട്രാസോണോഗ്രാഫി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. എന്തിനാണ്? നമുക്ക് ഈ മോഡ് ഓഫ് ഡെലിവറിയെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഈ അൾട്രാസോണോഗ്രാഫി റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ എമർജൻസി സിസേറിയൻ സെക്ഷൻ ബിഫോർ 37 വീക്സ് ഓഫ് ജസ്റ്റേഷൻ ഇഫ് സ്റ്റിൽ ലോ ലൈങ്, അതായത് ഈ ഒരു പ്ലാസെന്റ വീണ്ടും ലോ ലൈങ്ങിലാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു 37 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ എമർജൻസി സിസേറിയൻ സെക്ഷൻ ചെയ്യും. എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന്റെയും അമ്മയുടെയും ഒക്കെ ഹെൽത്ത് ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സിസേറിയൻ സെക്ഷൻ നമ്മൾ നേരത്തെ ചെയ്യുന്നത്. അപ്പൊ മാക്സിമം നമ്മൾ കുഞ്ഞിന് മെച്ചുർ ആകാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ പ്ലാസെന്റ പ്രീവിയൽ. അപ്പൊ നമുക്ക് മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. പ്ലാസെന്റ പ്രീവിയൽ നോക്കിയാൽ ഹോസ്പിറ്റലൈസേഷൻ ഇഫ് ബ്ലീഡിംഗ് ഈസ് പ്രസന്റ്, പേഷ്യന്റ് ആക്റ്റീവായിട്ട് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലൈസ് ചെയ്യുക. കൂടാതെ സൈഡ് ലൈൻ പൊസിഷൻ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. സൈഡ് ലൈൻ പൊസിഷൻ ആണ് നമ്മൾ സാധാരണ കൊടുക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസെന്റ യൂഷ്വൽ അല്ലെങ്കിൽ ഈ പ്ലാസെന്റ പ്രീവിയൽ ഉള്ള പേഷ്യൻസിന് നമ്മൾ സൈഡ് ലൈൻ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു ഓക്സിജനേഷൻ, കുഞ്ഞിനുള്ള ഓക്സിജനേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് ലഭിക്കും. അതുകൂടാതെ ഈ ബ്ലീഡിംഗ് ഒക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ സൈഡ് ലൈൻ പൊസിഷൻ കൊടുക്കണം എന്ന് പറയുക. അതുകൂടാതെ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് നമ്മൾ കൊടുക്കാം, അതായത് ഈ ഒരു ജസ്റ്റേഷണൽ ഏജ് 37 ആഴ്ചയ്ക്ക് ഉള്ളിലാണ്, 37 ആഴ്ചയ്ക്ക് ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുക്കാം. എന്തിനാണ് നമ്മൾ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുക്കാം? അതായത് ഫീറ്റൽ ലങ് മെച്യൂരിറ്റി കേട്ടോ, ഫീറ്റൽ ലങ് മെച്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുക്കുക കേട്ടോ. ഫീറ്റൽ ലങ് മെച്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മൾ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുക്കുക. നെക്സ്റ്റ് IV ഫ്ലൂയിഡ്സ്, കാരണം എന്താണ്, ഇവിടെ ബ്ലീഡിംഗ് ഉണ്ടല്ലേ, ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഫ്ലൂയിഡിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ IV ഫ്ലൂയിഡ്സ് കൊടുക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി, അതായത് പേഷ്യന്റ് സപ്പോസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ വേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിങ്ങും അതുകൂടാതെ ടൈപ്പിങ്ങും ഒക്കെ നമ്മൾ ചെയ്തു വെക്കും, നമ്മൾ അറിഞ്ഞു വെക്കും. അതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഓർക്കേണ്ട കാര്യമാണ്, നോക്കിക്കേ ചോദിക്കുക, ഇതൊക്കെയാണ് എക്സാമിന് ചോദിക്കുക. ഡു നോട്ട് പെർഫോം വജൈനൽ ഓർ സ്പെക്കുലം എക്സാമിനേഷൻ കേട്ടോ. വജൈനൽ എക്സാമിനേഷൻ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത്. അതുകൂടാതെ സ്പെക്കുലം എക്സാമിനേഷൻ നമ്മൾ ചെയ്യരുത്, കാരണം സപ്പോസ് ഓൾറെഡി പേഷ്യന്റ് പ്ലാസെന്റ പ്രീവിയ ആണ്, പ്ലാസെന്റ ലോ ലൈങ് ആണ്, അപ്പോൾ പ്ലാസെന്റ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല. അതുകൂടാതെ എഡ്യൂക്കേറ്റ് ദ മദർ, ഡു നോട്ട് ഡു എനി എക്സസൈസ് അല്ലെങ്കിൽ സെക്സ്വൽ ഇന്റർകോഴ്സ് കേട്ടോ. പ്രത്യേകിച്ചും എക്സസൈസ് ചെയ്യരുത് എന്ന് പറയണം. അതുകൂടാതെ സെക്സ്വൽ ഇന്റർകോഴ്സ് ഒന്നും ചെയ്യരുത് എന്ന് നമ്മൾ മദറിനോട് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കണം, കാരണം ഇത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പം ഇതുകൂടെ ഒന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് നോക്കിയേ, പ്ലാസെന്റൽ അബ്രപ്ഷൻ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് അബ്രപ്ഷ്യോ പ്ലാസെന്റ എന്നുള്ളതാണ് അല്ലേ, അബ്രപ്ഷ്യോ പ്ലാസെന്റ. ഇവിടെ വേറൊന്നുമില്ല, നോക്കിയേ, പ്രിമച്വർ സെപ്പറേഷൻ ഓഫ് നോർമലി ഇംപ്ലാന്റഡ് പ്ലാസെന്റ അല്ലെങ്കിൽ നോർമലി സിറ്റുവേറ്റഡ് പ്ലാസെന്റ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാസെന്റ പ്രീവിയ എന്ന് പറഞ്ഞാൽ ലോ ലൈങ് പ്ലാസെന്റ ആണ്, പക്ഷെ ഇവിടെ എന്താണ്, പ്ലാസെന്റ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോർമൽ ആയിട്ട് തന്നെയാണ്, പക്ഷെ പ്രിമച്വർ ആയിട്ട് സെപ്പറേറ്റ് ആയിപ്പോയി. എന്താണ്, പ്ലാസെന്റ നേരത്തെ നമ്മുടെ യൂട്രസിൽ നിന്ന് സെപ്പറേറ്റ് ആയിപ്പോയി. അതിനാണ് നമ്മൾ എന്ത് പറയുക, അബ്രപ്ഷ്യോ പ്ലാസെന്റ എന്ന് പറയുക കേട്ടോ. നോക്കിക്കേ, ഇതാണ് പ്ലാസെന്റ ഇങ്ങനെ ഇരിക്കുന്നു.
ജസ്റ്റ് നോക്കിയേ, പ്ലാസന്റ ഇങ്ങനെ ഇരിക്കുന്നു. അതേസമയം എന്താണ്, പ്ലാസന്റ നേരത്തെ സെപ്പറേറ്റ് ആയി പോയി അവിടെ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്നു. അപ്പൊ ഇത് രണ്ട് തരത്തിൽ പറയാറുണ്ട് കേട്ടോ. അത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. കൺസീൽഡ്, റിവീൽഡ്. റിവീൽഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബ്ലഡ് കണ്ട് വജിനത്തിനുള്ളിൽ പുറത്തേക്ക് വരും, അതാണ് റിവീൽഡ്. അതായത് ബ്ലഡ് നമുക്ക് റിവീൽ ചെയ്യാനായിട്ട് പറ്റും. അതേസമയം കൺസീൽഡ് ആണെങ്കിൽ ഇതുപോലെ ബ്ലീഡിങ് ഉണ്ട്, പക്ഷെ ബ്ലഡ് പുറത്തേക്ക് വരുന്നില്ല കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ. അബ്രപ്ഷോ പ്ലാസന്റ ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് ഈ അബ്രപ്ഷോ പ്ലാസന്റ എന്നുള്ളത്? പ്ലാസന്റ പ്രിവിയ ഞാൻ പറഞ്ഞു, എന്താണ്, ലോ ലെയിങ് പ്ലാസന്റ ആണ്. അബ്രപ്ഷോ പ്ലാസന്റ എന്ന് പറഞ്ഞാൽ പ്രിമച്വർ സെപ്പറേഷൻ ഓഫ് നോർമലി ഇംപ്ലാന്റഡ് ഓർ നോർമലി സിറ്റുവേറ്റഡ് പ്ലാസന്റ. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയേ, റിസ്ക് ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് വരിക? ഒന്ന്, മെറ്റേണൽ ഹൈപ്പർടെൻഷൻ. അതായത് അമ്മയ്ക്ക് BP കൂടുതലാണ് എങ്കിൽ എന്താ സംഭവിക്കുക, ഈ പ്ലാസന്റ ഒക്കെ നേരത്തെ സെപ്പറേറ്റ് ആയി പോകും. കാരണം ഈ പ്ലാസന്റയിലും പ്ലാസന്റൽ ബ്ലഡ് പ്രഷറും കൂടുതലായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ പ്ലാസന്റൽ സെപ്പറേഷൻ നേരത്തെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ ട്രോമ എന്ന് പറഞ്ഞാല് ഇപ്പം അതായത് അമ്മയുടെ യൂട്രസിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അബ്രപ്ഷോ പ്ലാസന്റയ്ക്ക് ഉണ്ടാകുന്ന ഒരു റിസ്ക് ആണ്. നെക്സ്റ്റ് നോക്കിയാൽ സ്മോക്കിംഗ് അല്ലെങ്കിൽ പ്രീ ടേം പ്രിമച്വർ റപ്ചർ ഓഫ് മെമ്പറൈൻ. അതായത് അമ്മയ്ക്ക് സ്മോക്ക് ചെയ്യുന്ന ഒരു ഹിസ്റ്ററി ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ബ്ലഡ് വെസൽസ് ഒക്കെ ഓൾറെഡി നാരോഡ് ആയിരിക്കും അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഈ യൂട്രൈൻ ബ്ലഡ് വെസൽസ്, അതുകൂടാതെ നമ്മുടെ പ്ലാസന്റൽ ബ്ലഡ് വെസൽസ് ഒക്കെ ഓൾറെഡി ചുരുങ്ങിയിട്ടായിരിക്കും ഇരിക്കുക. പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ കുഞ്ഞിന് കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അബ്രപ്ഷോ പ്ലാസന്റ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ്. അതുകൂടാതെ പ്രീ ടേം ആയിട്ട് പ്രിമച്വർ റപ്ചർ ഓഫ് മെമ്പറൈൻ ഉണ്ടായി കഴിഞ്ഞാലും എന്താണ്, അബ്രപ്ഷോ പ്ലാസന്റ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ്. അതുകൂടാതെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി അല്ലെങ്കിൽ ഷോർട്ട് അംബ്ലിക്കൽ കോഡ്. മൾട്ടിപ്പിൾ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റ ഗർഭത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക. അപ്പൊ എന്താ സംഭവിക്കുക, നമ്മുടെ യൂട്രസിന്റെ മയോമെട്രിയം അല്ലെങ്കിൽ യൂട്രസ് കൂടുതലായിട്ട് സ്ട്രെച്ച് ആകും അല്ലെ. അതായത് ഇപ്പൊ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതിനൊരു സ്ട്രെച്ച് ആയിരിക്കും. രണ്ടുപേര് ആ ഒരു യൂട്രസിനകത്തുണ്ടെങ്കിൽ എന്താണ്, യൂട്രസ് കൂടുതൽ യൂട്രസിന്റെ മസിൽസ് ഒക്കെ കൂടുതലായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തിരിക്കും അല്ലേ. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്ലാസന്റ നേരത്തെ സെപ്പറേറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഷോർട്ട് അംബ്ലിക്കൽ കോഡിന് ഇത് തന്നെയാണ് വരിക. എന്താണ്, അംബ്ലിക്കൽ കോഡിന് കൂടുതലായിട്ട് പ്രഷർ വരും. സോ അതുകൊണ്ട് തന്നെ പ്ലാസന്റ നേരത്തെ സെപ്പറേറ്റ് ആയി വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ അബ്രപ്ഷോ പ്ലാസന്റയുടെ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ കീ ഫീച്ചേഴ്സ് നോക്കിക്കേ. അബ്രപ്ഷോ പ്ലാസന്റയുടെ ഫീച്ചേഴ്സ് എന്താണ്? ഒന്ന്, പെയിൻഫുൾ ബ്ലീഡിങ്. നമ്മൾ നേരത്തെ പറഞ്ഞെന്തായിരുന്നു, പ്ലാസന്റ പ്രീവിയയില് പെയിൻലെസ് ബ്ലീഡിംഗ് ആണ്, പക്ഷെ ഇവിടെ പെയിൻഫുൾ ബ്ലീഡിംഗ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ നേരത്തെ ഡയഗ്രത്തിൽ കണ്ടു അല്ലെ, ഈ പ്ലാസന്റ യൂട്രസിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നു, അതിന്റെ ഇടയിലൊക്കെ ബ്ലഡ് കളക്ട് ചെയ്തിരിക്കുന്നു. അതായത് യൂട്രൈൻ മസിൽസിലൊക്കെ ബ്ലഡ് കളക്ട് ചെയ്തിരിക്കുന്നു. സോ ഇത് നമ്മുടെ നെർവ് ഫൈബേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് കാരണം പെയിൻഫുൾ ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ ബ്ലഡ് എന്ന് പറയുന്നത് ഡാർക്ക് റെഡിന് കളർ ആയിരിക്കും അല്ലെ. എന്താണ്, ഡാർക്ക് റെഡിന് കളർ ആയിരിക്കും. അതായത് അതിന്റെ റീസൺ എന്താണ്, പ്ലാസന്റ പ്രീവിയയിലെ ഫ്രഷ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ്. അതുകൊണ്ടാണ് അവിടെ ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ള കളർ കിട്ടുക അല്ലെ. ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നമുക്ക് പിന്നീട് കൺഫ്യൂഷൻ തോന്നും, മനസ്സിലാക്കി പഠിച്ചാൽ സിമ്പിൾ ആണ് കേട്ടോ. ഡാർക്ക് റെഡ് എന്ന് പറഞ്ഞാൽ ഈ അബ്രപ്ഷോ പ്ലാസന്റയിൽ പ്ലാസന്റ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നു, അതിനിടയിൽ ബ്ലഡ് നിൽക്കുന്നു. ആ നിൽക്കുന്ന ബ്ലഡ് കുറെ കഴിഞ്ഞിട്ടായിരിക്കും പുറത്തേക്ക് വരിക. സോ അതുകൊണ്ടാണ് ഇതിൽ ഡാർക്ക് റെഡ് ബ്ലഡ് കിട്ടുക. അതുകൂടാതെ യൂട്രൈൻ ടെൻഡർനെസ് സംഭവം ഇത് തന്നെയാണ്. പ്ലാസന്റയ്ക്കും യൂട്രസിനും ഇടയിൽ ബ്ലഡ് നിൽക്കുന്നുണ്ട്. സോ അത് കുറെ നേരം നിൽക്കുമ്പോഴത്തേക്ക് ഈ യൂട്രസിനെ ടെൻഡർ ആക്കും. അതായത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടാൻ കണക്കിന് നിൽക്കും കേട്ടോ. അതാണ് യൂട്രൈൻ ടെൻഡർനെസ് എന്ന് പറയുക. അത് കൂടിയിട്ടായിരിക്കും നിൽക്കുക. നെക്സ്റ്റ്, ഫീറ്റൽ ഡിസ്ട്രസ് മേ ഒക്കർ. എന്താണ്, ഫീറ്റസിന് പ്രോപ്പർ ആയിട്ടുള്ള ഓക്സിജൻ കിട്ടുന്നില്ല, പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടുന്നില്ല, പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഫീറ്റസ് ചെറിയൊരു ഡിസ്ട്രസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. പിന്നെന്താണ്, ടക്കിസിസ്റ്റോൾ എന്ന് വെച്ചാൽ യൂട്രസ് ധാരാളമായിട്ട് കൺട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. എന്തുകൊണ്ടാണ്? റീസൺ ഇത് തന്നെയാണ്. പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൂടാതെ തന്നെ അത്യാവശ്യം സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ട്, ബ്ലഡ് പൂൾ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂഷ്വലി യൂട്രസ് എക്സസീവ് ആയിട്ട് കൺട്രാക്ട് ചെയ്യും കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് യു ക്യാൻ സീ ഇൻ അബ്രപ്ഷോ പ്ലാസന്റ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നോക്കിയേ, നമ്മുടെ മാനേജ്മെന്റ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? സോ വി ഹാവ് ടു സ്റ്റെബിലൈസ് ദ മദർ. അതായത് മദർ പെയിൻ ഉണ്ടാകും, ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, മദർ ഓൾറെഡി ഒരു പാനിക് സിറ്റുവേഷനിലായിരിക്കും. സോ എന്ത് ചെയ്യുക, നമ്മൾ അമ്മയെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക. നെക്സ്റ്റ്, പൊസിഷൻ ഓഫ് ചോയ്സ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ പ്ലാസന്റ പ്രീവിയയിൽ കണ്ടു. എന്തായിരുന്നു? പ്ലാസന്റ പ്രീവിയയിലെ സൈഡ് ലൈങ് പൊസിഷൻ ആയിരുന്നു. ഇവിടെ ആണെങ്കിൽ നോക്കിയേ, ട്രെൻലൻബർഗ് പൊസിഷൻ ആണ് കേട്ടോ. ട്രെൻലൻബർഗ് പൊസിഷൻ ആണ് നമ്മൾ അബ്രപ്ഷോ പ്ലാസന്റയിൽ കൊടുക്കുക. എന്തിനാണ്? ഡിക്രീസസ് ദ പ്രഷർ ഓഫ് ദ ഫീറ്റസ് ഓൺ ദ പ്ലാസന്റ കേട്ടോ. പ്ലാസന്റൽ പ്രഷർ അല്ലെങ്കിൽ ഫീറ്റസ് പ്ലാസന്റയിൽ കൊടുക്കുന്ന പ്രഷർ ഇത് നമ്മൾ ട്രെൻലൻബർഗ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രഷർ കുറയും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അബ്രപ്ഷോ പ്ലാസന്റയിൽ ട്രെൻലൻബർഗ് പൊസിഷൻ കൊടുക്കുക. അതുകൂടാതെ ഡെലിവറി ഓഫ് ഫീറ്റസ് ഇഫ് മദർ ഈസ് ഇൻ ഡേഞ്ചർ കേട്ടോ. അതായത് നമ്മൾ ഡെലിവറി
കണ്ടക്ട് ചെയ്യുക ഇഫ് ഫീറ്റസ് ഓർ മദർ ഈസ് ഇൻ ഡേഞ്ചർ. ഫീറ്റസോ അമ്മയോ ഒക്കെ ഡേഞ്ചറിലാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡെലിവറി നടത്തുക. വജൈനൽ ഓർ സിസേറിയൻ സെക്ഷൻ ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റസ്. നമുക്ക് ഡെലിവറിയെ കുറിച്ച് പറയുമ്പോൾ ഒന്നുകിൽ വജൈനൽ ഡെലിവറി തന്നെ ആകാം, അതല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ നടത്തേണ്ടതായിട്ട് വരും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ ഓഫ് ദ മദർ ആൻഡ് ദ ഫീറ്റസ്. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, ഒന്നുകൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് മാത്രം പറയുന്നതാണ്. അതായത് പ്ലാസന്റ പ്രീവിയ, അബ്രപ്ഷ്യോ പ്ലാസന്റ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടു. പ്ലാസന്റ പ്രീവിയയിൽ പെയിൻലെസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കും, ബ്രൈറ്റ് റെഡ് കളറിലുള്ള ബ്ലീഡിംഗ് ആയിരിക്കും, യൂട്രസ് സോഫ്റ്റ് ആയിരിക്കും, ഫീറ്റൽ ഡിസ്ട്രസിന്റെ സിംറ്റംസ് കാര്യങ്ങളൊന്നും കാണില്ല. അതേസമയം അബ്രപ്ഷ്യോ പ്ലാസന്റ ആണെങ്കിലോ ഈ പ്ലാസന്റൽ അബ്രപ്ഷൻ തന്നെയാണ് അബ്രപ്ഷ്യോ പ്ലാസന്റ കേട്ടോ. എനിക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കും, ഡാർക്ക് റെഡ് ഇൻ കളർ ആയിരിക്കും കേട്ടോ, ഡാർക്ക് റെഡ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കും. അതുകൂടാതെ യൂട്രസ് ആണെങ്കിലോ ടെൻഡർ ആയിരിക്കും, റിജിഡ് ആയിരിക്കും. നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്കും വളരെ പൊട്ടാൻ കണക്കിന് ആയിരിക്കും നമ്മുടെ യൂട്രസ് നിൽക്കുക കേട്ടോ. അപ്പൊ റിജിഡ് ടെൻഡർ യൂട്രസ് ആണ്. കൂടാതെ ഫീറ്റൽ ഡിസ്ട്രസ് പിന്നെ ടെക്കി സിസ്റ്റോളൊക്കെ ഉണ്ടാകും അബ്രപ്ഷ്യോ പ്ലാസന്റയിൽ കേട്ടോ. ഇത് ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് വേണ്ടി പോകരുത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? വാസ പ്രീവിയ. എന്താണ് ഈ വാസ പ്രീവിയ എന്ന് പറഞ്ഞാല്? അതായത് ഫീറ്റൽ ബ്ലഡ് വെസൽസ് റൺ ഓവർ ദ സെർവിക്സ് അൺപ്രൊട്ടക്റ്റഡ് ബൈ കോഡ് ഓർ മെംബ്രെയിൻസ്. അതായത് യൂഷ്വലി ഈ ഫീറ്റൽ ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ടാകും, അതിനെ കവർ ചെയ്തിട്ട് കോഡ്, അതായത് അംബ്ലിക്കൽ കോഡ് അല്ലെങ്കിൽ മെംബ്രെയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഫീറ്റൽ ബ്ലഡ് വെസൽസിന് റപ്ചർ ഉണ്ടാവില്ല. അതേസമയം വാസ പ്രീവിയയിലാണെങ്കിലോ ഈ പറഞ്ഞ കോഡ് മെംബ്രെയിൻസ് ഒന്നും ഉണ്ടാവില്ല. അത് കൂടാതെ മീൻസ് അതില്ലാതെ തന്നെ ഫീറ്റൽ ബ്ലഡ് വെസൽസിനായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു PV ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ്ങിനുള്ള സാധ്യത ഉണ്ട് അല്ലെ. സോ ഇതിനാണ് നമ്മൾ എന്ത് പറയുക? വാസ പ്രീവിയ എന്ന് പറയുക. ഈ ഫീറ്റൽ ബ്ലഡ് വെസൽസ് is left uncovered by the umbilical cord or the മെംബ്രെയിൻസ് കേട്ടോ. അതിനാണ് നമ്മൾ വാസ പ്രീവിയ എന്ന് പറയുക. അപ്പൊ അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്താണ്? ബ്ലീഡിങ് ആഫ്റ്റർ മെംബ്രെയിൻ റപ്ചർ കേട്ടോ. മെംബ്രെയിൻ റപ്ചർ ഉണ്ടായതിനു ശേഷം ബ്ലീഡിങ് ഉണ്ടാകും പേഷ്യന്റിന്. കൂടാതെ ഫീറ്റൽ ബ്രാഡികാർഡിയ ഓർ ഡെത്ത് കേട്ടോ. അതായത് ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ ഹൃദയമെടുപ്പ് കുറഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. ഒരു 70 അല്ലെങ്കിൽ 60 ആ റേഞ്ചിലൊക്കെ വരും. യൂഷ്വലി നമുക്ക് നോർമലി അറിയാല്ലേ, ഒരു 120, 110, 120 ഒക്കെ ആയിരിക്കും ഫീറ്റൽ FHR എന്ന് പറയുക. അത് കുറഞ്ഞിട്ട് ഫീറ്റൽ ബ്രാഡികാർഡിയ അല്ലെങ്കിൽ ഫീറ്റൽ ഡെത്ത് ഉണ്ടാകും. അതേസമയം ബ്ലീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയും പെയിൻലെസ് ബ്ലീഡിംഗ് ആയിരിക്കും. ഏതാണ്? വാസ പ്രീവിയയിലും പെയിൻലെസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. നെക്സ്റ്റ് എന്താണ്? യൂട്രൈൻ റപ്ചർ എന്ന് വെച്ചാൽ എന്താണ്? ടിയറിംഗ് ഓഫ് ദ യൂട്രൈൻ വാൾ യൂഷ്വലി അറ്റ് ദ പ്രീവിയസ് സിസേറിയൻ സ്കാർ. അതായത് ഓൾറെഡി നേരത്തെ ഡെലിവറിയിൽ അല്ലെങ്കിൽ നേരത്തെ പ്രഗ്നൻസിയിൽ പേഷ്യന്റ് സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ പേഷ്യന്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ എന്താണ്, നെക്സ്റ്റ് ടൈം വന്നപ്പോഴത്തേക്ക് ഈ യൂട്രൈൻ വാൾ ആ ഒരു സ്കാറിൽ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു? യൂട്രൈൻ വാൾ ടയർ ചെയ്തു പോകുന്നു. അതിനാണ് നമ്മൾ യൂട്രൈൻ റപ്ചർ എന്ന് പറയുക. ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? സഡൻ ആൻഡ് സിവിയർ അബ്ഡോമിനൽ പെയിൻ അല്ലെ, സഡൻ ആയിട്ടുള്ള വളരെ സിവിയർ ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും. കൂടാതെ വജൈനൽ ബ്ലീഡിങ് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ലോസ് ഓഫ് ഫീറ്റൽ സ്റ്റേഷൻ, അതായത് നമ്മളിപ്പോ PV ഒക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ സാധാരണ ഫീറ്റൽ സ്റ്റേഷൻ ഒക്കെ ഡിറ്റർമിൻ ചെയ്യാറുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് ഫീറ്റൽ സ്റ്റേഷൻ അറിയാൻ പറ്റില്ല. കാരണം എന്താണ്? യൂട്രസിൽ റപ്ചർ ഉണ്ടായിരിക്കുന്നു. അതുകൂടാതെ യൂട്രസ് പൊട്ടിക്കഴിഞ്ഞാൽ, റപ്ചർ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? മെറ്റേണൽ ഷോക്ക്, കൂടാതെ ഫീറ്റൽ ഡിസ്ട്രസ് കേട്ടോ. മെറ്റേണൽ ഷോക്ക്, ഫീറ്റൽ ഡിസ്ട്രസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു കേസിൽ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുക? നോക്കിയേ, ഒരു യൂട്രൈൻ റപ്ചർ വന്നാൽ എമർജൻസി ആയിട്ടുള്ള സിസേറിയൻ സെക്ഷൻ ചെയ്യണം. അതുകൂടാതെ നമ്മൾ യൂട്രസിനെ റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഹിസ്റ്റക്ടമി ചെയ്യുക കേട്ടോ. അതായത് ഒന്നുകിൽ യൂട്രൈൻ റിപ്പയറബിൾ ആണ് എങ്കിൽ നമുക്ക് യൂട്രസ് റിപ്പയർ ചെയ്യുക, അതല്ലെങ്കിൽ റിമൂവൽ ഓഫ് ദ അല്ലെങ്കിൽ സർജിക്കൽ റിമൂവൽ ഓഫ് ദ യൂട്രസ് നമുക്ക് ചെയ്യാം. അതിനാണ് നമ്മൾ ഹിസ്റ്റക്ടമി എന്ന് പറയുക. അപ്പൊ ക്ലിയർ ആയല്ലോ ഈ അബ്രപ്ഷ്യോ പ്ലാസന്റ അല്ലെങ്കിൽ ഈ ആന്റി പാർട്ടം ഹെമറേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നല്ലേ. നമ്മൾ ആദ്യം പ്ലാസന്റ പ്രീവിയ കണ്ടു, പിന്നെ അബ്രപ്ഷ്യോ പ്ലാസന്റ കണ്ടു, വാസ പ്രീവിയ കണ്ടു, പിന്നെ റപ്ചേർഡ് യൂട്രസ് അല്ലെങ്കിൽ യൂട്രൈൻ റപ്ചർ കണ്ടു അല്ലെ. നമുക്ക് ഇനി ഈ ഒരു ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, സാധാരണ എംഒഎച്ചിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പഠിക്കാതെ നിങ്ങൾ ദയവ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എക്സാമിന് പോകരുത് കേട്ടോ. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും, കുറച്ചുകൂടെ കോൺഫിഡൻസും കിട്ടും കേട്ടോ. നമുക്ക് നോക്കാവേ. നോക്കിയാൽ 32-year-old വുമൺ കേട്ടോ, 32-year-old വുമൺ, G3P2 ആണ്, G3 ഗ്രാവിഡ, 3 ആണ്, പാരറ്റി 2 ആണ്, അറ്റ് 34 weeks gestation കേട്ടോ. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. അറ്റ് 34 weeks gestation, presents with sudden onset of
പെയിൻലെസ് വജൈനൽ ബ്ലീഡിങ് കേട്ടോ. എന്താണ് ഇവിടെ സഡൻ ഓൺസെറ്റ് ആണ്, പെയിൻലെസ് വജൈനൽ ബ്ലീഡിങ് ആണ് അല്ലേ. സോ നോ അബ്ഡോമിനൽ പെയിൻ, അബ്ഡോമിനൽ പെയിൻ ഒന്നും ഇല്ല. ഷീ ഫീൽസ് ഫീറ്റൽ മൂവ്മെന്റും ഇവിടെ കിട്ടുന്നുണ്ട്. വൈറ്റൽസ് സ്റ്റേബിൾ ആണ്, നോ ഹിസ്റ്ററി ഓഫ് ട്രോമ കാര്യങ്ങളൊന്നുമില്ല. വാട്ട് ഇസ് ദ മോസ്റ്റ് ലൈക്ലി ഡയഗ്നോസിസ്? ഇവിടെ ഡയഗ്നോസിസ് എന്താകാം നോക്കിക്കേ. എല്ലാ എന്താ ഈ ആൻസറിലേക്ക് പോകാനുള്ള എല്ലാ ക്ലൂവും നമ്മുടെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടല്ലേ. നോക്കി, ഓപ്ഷൻ എ വാസ പ്രീവിയ, ബി പ്ലാസന്റ പ്രീവിയ, സി പ്ലാസന്റൽ അബ്രപ്ഷൻ, ഓപ്ഷൻ ഡി യൂട്രൈൻ റപ്ചർ. അപ്പോൾ പേഷ്യന്റിന് പെയിൻലെസ് വജൈനൽ ബ്ലീഡിംഗ് ആണ് എങ്കിൽ എന്തായിരിക്കും മോസ്റ്റ് ലൈക്ലി ആയിട്ടുള്ള ഡയഗ്നോസിസ്? സിമ്പിൾ ആണ്, നമ്മൾ കണ്ട കാര്യമാണ്. നോക്കിയേ, ഓപ്ഷൻ ബി ആയിരിക്കും അല്ലേ. ഓപ്ഷൻ ബി പ്ലാസന്റ പ്രീവിയ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഇതിനെ ഇനിയും ഡിസ്ക്രൈബ് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് കേട്ടോ. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. അതായത് ഇവിടെ പെയിൻലെസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ്, അപ്പോൾ പ്ലാസന്റ പ്രീവിയ ആണ്. നെക്സ്റ്റ് നോക്കിയാൽ 31 year old woman at 38 weeks has spontaneous rupture of membrane followed by പെയിൻലെസ് വജൈനൽ ബ്ലീഡിങ് കേട്ടോ. സ്പോണ്ടേനിയസ് റപ്ചർ ഓഫ് മെംബ്രെയിൻ, പേഷ്യന്റ് മെംബ്രെയിൻസ് സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ റപ്ചർ ആയി പോയി. അതുകൂടാതെ അതിനുശേഷം പേഷ്യന്റ് പെയിൻലെസ് ആയിട്ടുള്ള വജൈനൽ ബ്ലീഡിങ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. നോക്കിയേ, ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഡ്രോപ്സ് ടു 70 beats per minute അല്ലേ. ഫീറ്റൽ ബ്രാഡികാർഡിയയിലേക്ക് പോയി അല്ലേ, FHR ബ്രാഡികാർഡിയയിലേക്ക് പോയി. ഓൺ അൾട്രാസൗണ്ട് ഫീറ്റൽ വെസൽസ് ആർ സീൻ ക്രോസിംഗ് ഓവർ ദ ഇന്റേണൽ ഓസ്. അപ്പൊ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ കാണാൻ കഴിഞ്ഞത്? ഈ ഫീറ്റൽ വെസൽസ് ഇന്റേണൽ ഓസിലേക്ക് വന്നിരിക്കുന്നു അല്ലെ. വാട്ട് ഇസ് മോസ്റ്റ് ലൈക്ലി ഡയഗ്നോസിസ്? ഇവിടെ എന്തായിരിക്കും ഡയഗ്നോസിസ്? ഓപ്ഷൻ എ വാസ പ്രീവിയ, ബി പ്ലാസന്റ പ്രീവിയ, സി പ്ലാസന്റൽ അബ്രപ്ഷൻ, ഡി യൂട്രൈൻ റപ്ചർ. എന്തായിരിക്കും? വളരെ സിമ്പിൾ ആണ്. ഫീറ്റൽ ഹാർട്ട് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്, ഫീറ്റൽ ബ്രാഡികാർഡിയ വന്നിട്ടുണ്ട്, അതുകൂടാതെ ഫീറ്റൽ വെസൽസ് ഇന്റേണൽ ഓസിലാണ് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഡയഗ്നോസിസ്? യെസ്, ഓപ്ഷൻ എ അല്ലേ. യെസ്, ഓപ്ഷൻ എ എന്താ വാസ പ്രീവിയ അല്ലെ. വാസ പ്രീവിയ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ. വാസ പ്രീവിയ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പം ഞാനിത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതായത് ഫീറ്റൽ വെസൽസ് ക്രോസ് ഓർ റൺ നിയർ ദ സർവൈക്കൽ ഓസ് അല്ലെ. അതായത് സർവൈക്കൽ ഓസിന്റെ അടുത്തേക്ക് ഫീറ്റൽ വെസൽസ് വന്നിട്ടുണ്ട്. അൺപ്രൊട്ടക്റ്റഡ് ബൈ ദ അംബിളിക്കൽ കോഡ് ഓർ പ്ലാസന്റ. ഇവിടെ മെംബ്രെയിൻസോ അംബിളിക്കൽ കോഡോ ഒന്നും വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് പേഷ്യന് പെയിൻലെസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ് ഉണ്ടാകുക, കൂടാതെ ഫീറ്റൽ ബ്രാഡികാർഡിയ അല്ലെ. അതുകൊണ്ട് എന്താ നമുക്ക് പറയാൻ പറ്റുക? വാസ പ്രീവിയ നമുക്ക് പറയാൻ പറ്റും അല്ലെ. നെക്സ്റ്റ് നോക്കിയേ, വിമൻ with non-placenta previa is admitted at 34 weeks with mild bleeding, vital signs. Vital signs stable ആണ് കേട്ടോ. Fetal ultrasound is reassuring. What is the best plan? അതായത് പേഷ്യന്റ് നോൺ പ്ലാസന്റ പ്രീവിയ ആണ്, 34 വീക്സിൽ മൈൽഡ് ബ്ലീഡിംഗ് ആയിട്ട് അഡ്മിറ്റ് ആയി, വൈറ്റൽ സൈൻസ് സ്റ്റേബിൾ ആണ്. അപ്പം ഫീറ്റൽ അൾട്രാസൗണ്ട് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് അത് ഓക്കെ ആണ്, നോർമൽ ആണ്. എന്താണ് ബെസ്റ്റ് പ്ലാൻ? Option A is immediate cesarean delivery, B is conservative management, rest, observation, corticosteroids. Option C, external cephalic version. Option D, tocolytics and continue term. എന്തായിരിക്കും നോക്കിയേ, 34 വീക്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 34 വീക്സ് ആണ്, വൈറ്റൽസ് സ്റ്റേബിൾ ആണ്, മൈൽഡ് ബ്ലീഡിംഗ് ഉണ്ട്. FHR അല്ലെങ്കിൽ ഫീറ്റൽ അൾട്രാസൗണ്ട് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് നോർമൽ ആണ്. എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുക? ഓക്കെ, എന്താ കറക്റ്റ് ആൻസർ പറയൂ? യെസ്, ഓപ്ഷൻ ബി ആണല്ലേ. എന്താ കൺസർവേറ്റീവ് മാനേജ്മെന്റ്, അതിൽ തന്നെ റെസ്റ്റ്, ഒബ്സർവേഷൻ, കൂടാതെ നോക്കിയേ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. നമ്മൾ പറഞ്ഞ കാര്യമാണല്ലേ, 37 ആഴ്ചയ്ക്കുള്ളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫീറ്റൽ ലങ് മെച്യൂരിറ്റി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is not a risk factor for placental abruption? എന്ന് വെച്ചാൽ എന്താണ്? ഈ അബ്രപ്ഷോ പ്ലാസന്റയ്ക്ക് റിസ്ക് ഫാക്ടർ അല്ലാത്തത് എന്താണ് എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അബ്രപ്ഷോ പ്ലാസന്റയ്ക്ക് റിസ്ക് ഫാക്ടർ അല്ലാത്തത് നോക്കിയേ. ഓപ്ഷൻ ഇസ് ഹൈപ്പർ ടെൻഷൻ, ഓപ്ഷൻ ബി ഇസ് കൊക്കൈൻ യൂസ്, ഓപ്ഷൻ സി ഇസ് PPROM, preterm premature rupture of membrane, ഓപ്ഷൻ ഡി ഇസ് പോളിഹൈഡ്രാമിനോസ്. അതായത് ഈ അബ്രപ്ഷോ പ്ലാസന്റയ്ക്ക് റിസ്ക് ഫാക്ടർ അല്ലാത്തത് എന്താണ്? നോക്കാവോ, പറയാവോ? ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ ഡി അല്ലെ. ഓപ്ഷൻ ഡി ആണ്, അല്ലെങ്കിൽ പോളിഹൈഡ്രാമിനോസ് ആണ് ഈ അബ്രപ്ഷോ പ്ലാസന്റയ്ക്ക് റിസ്ക് ഫാക്ടർ അല്ലാതെ വരുന്നത് അല്ലെ. അതായത് ഈ പോളിഹൈഡ്രാമിനോസ് എന്ന് പറഞ്ഞാൽ ഇസ് നോട്ട് എ ക്ലാസിക് റിസ്ക് ഫാക്ടർ ഫോർ അബ്രപ്ഷോ പ്ലാസന്റ. സോ നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ. യെസ്, ഇന്നൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് നോക്കിയേ.
a 35-year-old woman, G4 P3 at 39 weeks with a previous low transverse cesarean section presents in active labor. കേട്ടോ ആക്റ്റീവ് ലേബറിലാണ് 39 weeks ആണ് G4 P3 ആണ്. Suddenly she experiences severe abdominal pain, vaginal bleeding and loss of fetal station. ഇവിടെ എന്താണ് fetal station നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. ഫീറ്റൽ ഹാർട്ട് സൗണ്ട്സ് ആർ ആബ്സെന്റ്. FHR ആബ്സെന്റ് ആണ്. വാട്ട് ഇസ് എ മോസ്റ്റ് ലൈക്ലി ഡയഗ്നോസിസ്? കേട്ടോ FHR ആബ്സെന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് മോസ്റ്റ് ലൈക്ലി ആയിട്ടുള്ള ഡയഗ്നോസിസ്? ഓപ്ഷൻ എ ഇസ് വാസ പ്രേവിയ, ഓപ്ഷൻ ബി ഇസ് പ്ലാസന്റ പ്രേവിയ, ഓപ്ഷൻ സി ഇസ് പ്ലാസന്റൽ അബ്രപ്ഷൻ, ഓപ്ഷൻ ഡി ഇസ് യൂട്രൈൻ റപ്ചർ. അപ്പോൾ നോക്കിയാൽ 39 വീക്സ് ആണ്, ആക്റ്റീവ് ലേബറിലായിരുന്നു, പെട്ടെന്ന് പേഷ്യന്റിന് പെയിൻ ഉണ്ടായി, വജന ബ്ലീഡിങ് ഉണ്ടായി, കൂടാതെ ഫീറ്റൽ സ്റ്റേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. സോ എന്തായിരിക്കും ഡയഗ്നോസിസ് എന്ന് പറയുക? നോക്കിയാൽ ഫീറ്റൽ സ്റ്റേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്ക് ആൻസറിനുള്ള ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്താണ്? യെസ്, ഓപ്ഷൻ ഡി ആണ് അല്ലേ? യൂട്രൈൻ റപ്ചറിലാണ് യൂഷ്വലി നമുക്ക് ഫീറ്റൽ സ്റ്റേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തത്. അതുകൂടാതെ തന്നെ സിവിയർ ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ കാര്യങ്ങളൊക്കെ പേഷ്യന്റ് ഉണ്ടാകും. പിന്നെ പേഷ്യന്റ് ഷോക്കിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക എന്താണ്? യൂട്രൈൻ റപ്ചർ ആണ്. സോ അതിന്റെ സൈൻസ് എന്ന് പറയുന്നത് സിവിയർ പെയിൻ ആണ്, ലോസ് ഓഫ് ഫീറ്റൽ സ്റ്റേഷൻ ആണ്, കൂടാതെ നോർമൽ ആയിട്ടുള്ള ഫീറ്റൽ ഹാർട്ട് റേറ്റ് ആണ്, പേഷ്യന്റ് ഷോക്കിലേക്ക് പോകും. നമ്മൾ എന്താണ്, ഇതൊരു ഒബ്സ്റ്റട്രിക് എമർജൻസി ആണ്, അതുകൊണ്ട് തന്നെ ലാപ്രോട്ടമി നമ്മൾ സാധാരണ ചെയ്യാറുണ്ടല്ലേ. സോ ഇതാണ് ബേസിക്കലി ആന്റി പാർട്ടം ഹെമറേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഡിസ്കഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങളിത് പഠിക്കാതെ പോകരുത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ GCC എക്സാംസിൻ്റെ ഒക്കെ കോച്ചിങ് നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ നൽകുന്നുണ്ട്. സോ ഈ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിച്ച് എക്സാം പാസ്സായി നിങ്ങൾ നിങ്ങളുടെ വിദേശ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കുക. എല്ലാവർക്കും all the best.